എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ആർക്കിടെക്റ്റ് ഒരു കലാകാരനായിരിക്കണം, സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനവും കലയും ഒരുമിച്ച് ചേരുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആർക്കിടെക്ചർ എന്ന് പറയാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു ആർക്കിടെക്റ്റാണ് ശ്രീ അശോക് പുതിയൻ. അശോക് ആൻഡ് അഞ്ചു അസോസിയേറ്റ്സ് കാലിക്കറ്റ് BMH ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അശോക് ആൻഡ് അഞ്ചു അസോസിയേറ്റിൻ്റെ സാരഥിയാണ്. ആർക്കിടെക്ട് മേഖലയെക്കുറിച്ചും അവിടെ ഇപ്പോൾ ഈ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും അഭിരുചികളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഇന്നത്തെ വിജയവീഥി അതിനുള്ളതാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ അശോക് സാറിനെ. സാർ, വിജയവീഥിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരു ആർക്കിടെക്റ്റ് ഒരു കലാബോധവും സാങ്കേതിക ബോധവും ഒരുമിച്ച് സമന്വയിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയിലാണ് പ്രവർത്തിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണ്? ആക്ച്വലി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയുടെയും സാങ്കേതികതയുടെയും ഒരു സമന്വയമാണ്. കലയുടെ സമന്വയം, കലക്ക് വളരെ അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. എഞ്ചിനീയറിംഗിൽ യൂഷ്വലി കലക്ക് പ്രിഡോമിനൻ്റ് ആയിട്ട് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാറില്ല, അത് സെക്കൻഡറി ആയിട്ടേ എടുക്കാറുള്ളൂ. പക്ഷെ വാസ്തുവിദ്യാ സംബന്ധിച്ചിടത്തോളം കല അങ്ങേയറ്റം പ്രാധാന്യം അറിയിക്കുന്നു. അതിൻ്റെ നല്ലൊരു ഭാഗം ആക്ച്വലി ഡിസൈൻ എവല്യൂഷൻ, ഡിസൈൻ കോൺസെപ്റ്റ്വൽ ഡെവലപ്മെൻറ്റ്സ്, പിന്നെ അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, ഇൻറ്റേർണൽ അപ്പിയറൻസ്, ഇങ്ങനെ എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാലും അത് ബേസിക്കലി ഒരു എൻജിനീയറിംഗ് ആക്ടിവിറ്റി എന്നതിലുപരിയായിട്ട് ഒരു കലാപരമായ ആക്ടിവിറ്റിയാണ്. നിങ്ങളൊരു സ്കൾപ്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ ആക്ടിവിറ്റി, അതേ ആക്ഷനാണ് ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഇനീഷ്യലി നിങ്ങളുള്ള കലാകാരനാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ല ആക്ട് ചെയ്യുന്നത്. ഒരു സ്കൾപ്ചറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ശില്പം ചെയ്യുന്ന ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ശില്പി എന്നുള്ള കലാകാരനാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ശില്പത്തിനെ സംബന്ധിച്ചിടത്തോളം ശില്പത്തിന് നമ്മൾ വേരിയസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബ്രോൺസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മെറ്റലാണെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ ഗ്രാനൈറ്റ് ആണെങ്കിൽ. അപ്പോൾ ബ്രോൺസൊക്കെ യൂസ് ചെയ്യാൻ അതിന് അതിൻ്റേതായ ഒരു മിക ആവശ്യമാണ്. അത് സെക്കൻഡറിയാണ്. പ്രൈമറിലി ഒരു ശില്പി വർക്ക് ചെയ്യുമ്പോൾ, ശില്പി ആക്ട് ചെയ്യുമ്പോൾ അതിൽ ശില്പിയുള്ള കലാകാരനാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ വാസ്തുവിദ്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേഷ്യൽ ഡിസൈനിങ്, പിന്നെ അതിൻ്റെ അപ്പിയറൻസ്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ, ദെൻ പിന്നെ റൂം അലൈൻമെൻറ്റ്, റൂം കോർഡിനേഷൻസ്, റൂം റിലേഷൻഷിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നതിലെ പ്രധാന ആക്ഷൻ ഒരു കലാകാരനാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിന് കലയുമായിട്ട് അങ്ങേയറ്റം അഭേദ്യമായ ബന്ധമുണ്ട്. അതിൽ കലയുടെ അംശമില്ലെങ്കിൽ അത് തികച്ചും അതിൽ വാസ്തുവിദ്യ ഉണ്ടാവില്ല, അത് തികച്ചും ഒരു എഞ്ചിനീയറിംഗ് സൃഷ്ടി മാത്രമാവും. ആ എഞ്ചിനീയറിംഗ് സൃഷ്ടിയെ ഒരു കെട്ടിടം എന്നല്ലാതെ ആത്മാവ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആർക്കിടെക്ചർ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 20-25 ഇയേഴ്സ് ആയിട്ടുള്ളൂ അതൊരു ഡെവലപ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ പ്രചാരത്തിലേക്ക്. ആർക്കിടെക്ചറൽ പ്രാക്ടീസ് പ്രചാരത്തിലായിട്ട് 25 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ പ്രാക്ടീസസ് ഗ്ലോബലി ഉള്ള ആർക്കിടെക്ചറൽ ട്രഡീഷണൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം സുസ്ഥിരമാണ്. നമുക്ക് അവിശ്വസനീയമായ തരത്തിൽ അങ്ങേയറ്റം സാങ്കേതിക മികവും അതേപോലെ ശില്പകരമായ മികവും, അതിലുപരിയായി നമുക്ക് പഴയ കെട്ടിടങ്ങളെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാസ്തു കൺസിഡറേഷൻ ഹോളിസ്റ്റിക് ഡിസൈൻ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി ആയിട്ട് യോജിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ വികസിപ്പിക്കുന്ന രീതി ചൈനയിൽ ആണെങ്കിലും, ജാപ്പാനിലാണെങ്കിലും, കേരളത്തിലാണെങ്കിലും, ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞാൽ കേരളത്തിൽ കേരള വാസ്തു വിദ്യ എന്ന് പറയും. അത് ഒരു ഹോളിസ്റ്റിക് ഡിസൈൻ, ജസ്റ്റ് ഒരു കെട്ടിടം വെക്കല്ല, അതിൻ്റെ കാഴ്ചപ്പാട്, അതിൻ്റെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ ഉപരിയായിട്ട് യൂണിവേഴ്സൽ എനർജിയായിട്ട് ഒരു സമന്വയം പാലിക്കുക, ഒരു താതാമ്യം പാലിക്കുന്ന ഒരു പ്ലാനിങ് രീതി ഉണ്ടായിരുന്നു. 4 കെട്ടുകളും വെട്ടുകളും വാസ്തുപരമായിട്ട് ഈ വാസ്തു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും അതുമായിട്ട് ട്യൂൺ ചെയ്യുന്നതിനാണ് വാസ്തു ഡിസൈൻ എന്ന് പറയുന്നത്. അത് ട്യൂൺ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം ഗ്ലോബലി ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്കുണ്ടായിരുന്ന അങ്ങേയറ്റം ബൃഹത്തായ തനതായ
വാസ്തു രചനാ രീതികളൊക്കെ നമ്മൾ മോഡേൺ എഞ്ചിനീയറിംഗ് വന്നതോടുകൂടി കൈമോശം വരികയായി. ഒരുപക്ഷെ ഈ വെസ്റ്റേൺ ഇൻവേഷൻ ഒരു പരിധിവരെ അതിന് കാരണമായേക്കാം, നമ്മളിൽ നിന്ന് വിട്ടുപോയി. വെസ്റ്റേൺ ഇൻവേഷൻ ഇപ്പം ഇംഗ്ലീഷുകാർ വന്നു, അവർക്ക് കൊളോണിയൽ ആർക്കിടെക്ചർ ഇന്ത്യൻ ആർക്കിടെക്ചറും സമന്വയിപ്പിച്ചുള്ളൊരു സമ്പ്രദായം ഉണ്ടായി, കൊളോണിയൽ ബിൽഡിങ്സ് ഉണ്ടായി, അവരവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തു. പക്ഷേ നമുക്ക് പറ്റിയിരിക്കുന്നത് ആ ഒരു ക്ലാസിക്കൽ കൊളോണിയൽ ഇംഗ്ലീഷ് ആർക്കിടെക്ചർ അബ്സോർബ് ചെയ്യുന്നതിന് പകരം തികച്ചും ഇതിനെ ഒരു എഞ്ചിനീയറിംഗ് രീതിയായി കണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ് ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പ്രചാരമാണ് ഒരു ആവശ്യമാണ്. അതൊരു ഒരു 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 സമയത്തിൻ്റെ ആവശ്യകതയായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങേയറ്റം എല്ലാ നാട്ടിൽ കംപ്ലീറ്റ് പ്രചാരത്തിൽ വന്നു. അതിനോടനുബന്ധിച്ച് അത് പ്രചാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ കൂടെ തന്നെ വാസ്തുവിദ്യ രചനാ രീതികളും ഒന്നിച്ച് പ്രചാരത്തിൽ വരേണ്ടതായിരുന്നു. അത് വരാത്തത് കൊണ്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങേയറ്റം പ്രചാരത്തിൽ വരികയും സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുകയും അതിൽ ഒരു ആത്മാവില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്തത്. അതുകൊണ്ട് വാസ്തുവിദ്യ പ്രചരണം വളരെ മുമ്പേ സിവിൽ എഞ്ചിനീയറിംഗ് ബിഫോർ ഇൻഡിപെൻഡൻസ് എഞ്ചിനീയറിംഗ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ ആർക്കിടെക്ചർ സമ്പ്രദായങ്ങൾ പ്രചാരത്തിൽ വരേണ്ടതായിരുന്നു. അത് കുറച്ച് വൈകിപ്പോയി. ഇപ്പം 1990 മുതൽ ആർക്കിടെക്ട്സിൻ്റെ റോള് പ്രോവിഡൻ്റ് ആയിട്ട് വരികയും ധാരാളം ആർക്കിടെക്ചർ പ്രാക്ടീസ് ചെയ്യും, ആൾക്കാർ അതിനെപ്പറ്റി അവെയർ ആവുകയും അങ്ങേറ്റം ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.